കല്ലെഴുത്തുകൾ എന്ന കൃതിയിലൂടെ നേടിയ പ്രിയപ്പെട്ട രാവുണ്ണി മാഷ്ക്ക് ഇരിങ്ങാലക്കുട ടൗൺ യൂണിറ്റ് നൽകുന്ന സ്വീകരണത്തിൻ്റെ ആമുഖമായി നടത്തപ്പെടുന്നതാണ് ഈ കവിയരങ്ങ്. രാവുണ്ണി മാഷിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കവികൾക്കിടയിൽ ഞാൻ കണ്ട ഒരു സ്നേഹത്തിൻ്റെ മുഖമാണ് രാവുണ്ണി മാഷ്. രാവുണ്ണി മാഷിന് നമ്മൾക്ക് തൊടാൻ പറ്റും. മറ്റു കവികളെയൊക്കെ പ്രാപ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം രാവുണ്ണി മാഷ് കവിതകളിലൂടെ നമ്മുടെ ഹൃദയത്തെ ആണ് തൊടുന്നത്. പേരില്ലാത്ത ഒരാൾക്ക് പേരായി, വിലാസമില്ലാത്തവർ വിലാസമായി, ആരും കേൾക്കാനില്ലാത്തവരുടെ കേൾവിക്കാരനായിട്ടെല്ലാം മാഷ് തൻ്റെ കവിതകളിലൂടെ മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ജീവിതത്തിൻ്റെ ആമുഖമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കെട്ട പാരുഷ്യങ്ങളെ കണ്ണീരിൽ ചാലിച്ചാണ് അദ്ദേഹം നമുക്ക് കവിതകളിലൂടെ പറഞ്ഞു തരുന്നത്. ഇതിൽ തന്നെ മാതൃദേശത്തെ കല്ലെഴുത്തുകൾ എന്ന ഈ കൃതിയിലെ തന്നെ കല്ലെഴുത്തുകൾ നമുക്ക് സാധാരണ മായ്ക്കാൻ കഴിയില്ല. സാധാരണ എഴുത്തുകളെല്ലാം മാഞ്ഞു പോകും. കല്ലിലെഴുതിയാൽ ഒരിക്കലും മാഞ്ഞു പോകില്ല. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒരു വടുക്കളായോ പാടുകളായോ പിന്നെയും അത് ശേഷിക്കും. അതുപോലെ തന്നെയാണ് മാസ്റ്റർ കവിതകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അതിങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തൊടാൻ കഴിയുന്ന ഒരു കവി എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ മാഷ കവിതകൾ മാനവികതയുടെ ഒരു നാവൂറ് പാട്ടുകളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഉദാത്തമായ മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ജീവിത കാരുണ്യത്തിൻ്റെയും കവിതകളായിട്ടാണ് നാം രാവുണ്ണി മാഷ കവിതകളെ വായിക്കേണ്ടത്. ഈ മാറ്റുദേശത്തെ കവിതകളിൽ തന്നെ ഞാനിവിടെ ഇപ്പോൾ വായിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഏകാശിക്കുട്ടി എന്ന കവിതയാണ്. മിക്ക കവികളെ മാത്രം കണ്ടുകൊണ്ട് കവിത എഴുതുമ്പോൾ രാവുണ്ണി മാഷ് അത് എല്ലാവർക്കും വായിക്കാനുള്ള ഒരു കവിതയായിട്ടാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ നെഞ്ചിലേക്കും എളുപ്പത്തിൽ കയറി ചെല്ലുന്ന ഒരു കവിതയായിട്ടാണ് തൻ്റെ കവിതകൾ എഴുതിയിട്ടുള്ളത്. ഇതിൽ ഏകാശിക്കുട്ടി എന്ന കവിത വിശപ്പ് എന്ന വലിയ അറിവിനെ, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ ഇപ്പോഴും ലോകത്ത് അവശേഷിക്കുന്നുണ്ട്, വേവലാതി കൊള്ളുന്ന അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെയാണ് കവി നിൽക്കേണ്ടതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാ കവികളും വേവലാതിയുള്ളവരുടെ, കഷ്ടപ്പെടുന്നവരുടെ, അവശരുടെ കൂടെ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന ഈ കൃതിയിലെ ഏകാശിക്കുട്ടി എന്ന ഒരു കവിത വായിച്ചുകൊണ്ട് ഞാൻ ഈ കവിയരങ്ങിന് തുടക്കം കുറിക്കുകയാണ്. കവിത ഏകാശിക്കുട്ടി. ഏകാശിക്കുട്ടിയെ നീറ്റല്ലേ കക്കെ, ഏകാശിയൊന്നു കഴിഞ്ഞോട്ടെ. ഏകാശിക്കുട്ടിയെ കൊത്തല്ലേ കാക്കെ, ഏകാശിയൊന്നു കഴിഞ്ഞോട്ടെ. ഏകാശിക്കുട്ടിയെ നീറ്റല്ലേ കക്കെ, ഏകാശിയൊന്നു കഴിഞ്ഞോട്ടെ. ഏകാശിക്കുട്ടിയെ കൊത്തല്ലേ കാക്കെ, ഏകാശിയൊന്നു കഴിഞ്ഞോട്ടെ. വർഷക്കാലം വന്നാലേകാശി, വേനലുദിച്ചാലും ഏകാശി. കുട്ടിക്കുണ്ടേകാശി, അച്ഛനുണ്ടേകാശി, അമ്മയ്ക്കു നിത്യവും ഏകാശി. എന്നും കള തന്നെ കൊയ്യുന്നു, എന്നും പതിരെ മെതിക്കുന്നു, എന്നും വിയർപ്പേ കുടിക്കുന്നു. ഇല്ലായ വല്ലായ വല്ലത്തിൽ നെല്ലേ നെല്ലേ വരിയല്ലേ, ഉണ്ണിമുറത്തിൽ പറന്നേവാ. പൊന്നോണം വന്ന് വിളിക്കുന്നു, തുമ്പച്ചോറേ വാ വാ വാ. ഉണ്ണിക്കയ്യു നിറഞ്ഞേവാ, നല്ലുരുളച്ചോറേ വാ വാ വാ. ഉണ്ണിയുടെ വായ വരളുന്നു, ഉണ്ണി വയറു പൊരിയുന്നു. അച്ഛൻ്റെ കീശയിലുമേകാശി, അമ്മയുടെ കയ്യിലുമേകാശി, കുഞ്ഞിക്കലത്തിലുമേകാശി, എന്നും അടുക്കളേകാശി. കുഞ്ഞിക്കലത്തിലുമേകാശി, എന്നും അടുക്കളേകാശി. തൂത്തിട്ടും പോണില്ലേകാശി, ആട്ടിട്ടും പോണില്ലേകാശി. ഏകാശി കാലം കടന്നു
കിട്ടാനെന്ത് പോംവഴി ആരാനും മോദാമോ തൂത്തിട്ടും പോണില്ലി ഏകാശി ആട്ടിട്ടും പോണില്ലി ഏകാശി ഏകാശി കാലം കടന്നു കിട്ടാനെന്ത് പോംവഴി ആരാനും മോദാമോ. നന്ദി. രാമേട്ടനെയും വലിയ വലിയ പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി സലീം മാഷെ. അടുത്തതായി കവിത ചൊല്ലുവാൻ KG കണ്ണൻ മാഷെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. സന്തോഷമുണ്ട്. രാവണയുടെ കൂടെ ഇങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് രാവണയുടെ കവിത വായിക്കാനല്ല, രാവണ പറഞ്ഞ കവിത വായിക്കുന്നു. എന്തായാലും ഞാനൊരു കവിത വായിക്കാം. കവിയുടെ പേര് പുതിയ തീ എന്നാണ്. കൂട്ടിനോർമ്മകൾ മാത്രമാകുമ്പോൾ പൊട്ടി വീഴുന്ന ഇരുട്ടിൽ ഒറ്റയ്ക്കാവും നടത്തം. കൂട്ടിന് ഓർമ്മകൾ മാത്രമാകുമ്പോൾ പൊട്ടി വീഴുന്ന ഇരുട്ടിൽ ഒറ്റയ്ക്കാവും നടത്തം. വിറ്റുപോയതാണീ വേലിപ്പൂക്കൾ വയൽ ചുള്ളി വറ്റിടാത്ത പുഴ പൂമരം തൊട്ടാർവാടി തൊടിയിലെ പച്ചകൾ സ്വന്തമിടവഴി ഇടവപ്പാതി കാവിലെ കളമ്പാട്ട് കിളിമൊഴിക്കിന്നാരങ്ങൾ ഈറന്നുടിയിലെ ഇലച്ചാർത്ത് ഇത്രയും നേരം തമ്മിൽ മൊഴിഞ്ഞ സ്വകാര്യങ്ങൾ. വിട്ടുപോയതാണീ വേലിപ്പൂക്കൾ വയൽ ചുള്ളി വറ്റിടാത്ത പുഴ പൂമരം തൊട്ടാർവാടി തൊടിയിലെ പച്ചകൾ സ്വന്തമിടവഴി ഇടവപ്പാതി കാവിലെ കളമ്പാട്ട് കിളിമൊഴിക്കിന്നാരങ്ങൾ ഇറൻമുടിയിലെ ഇലച്ചാർത്ത് ഇത്രയും നേരം തമ്മിൽ മൊഴിഞ്ഞ സ്വകാര്യങ്ങൾ. വിറ്റുപോയതാണീ വ്യഥകൾ വിപ്ലവ സ്വപ്നങ്ങൾ വികാരങ്ങൾ കണ്ണിൽ കത്തിയാളും പ്രണയം കടൽക്കര കണ്ണീരുപ്പുപോലും. വിറ്റുപോയതാണീ വ്യഥകൾ വിപ്ലവ സ്വപ്നങ്ങൾ വികാരങ്ങൾ കണ്ണിൽ കത്തിയാളും പ്രണയം കടൽക്കര കണ്ണീരുപ്പുപോലും. വിറ്റുപോയതാണീ തീരം മറുകര തേടി അലഞ്ഞലഞ്ഞ് ഒടുവില്ലെത്താതിരിക്കില്ല നാം പുതിയ തീരങ്ങളിൽ. വിറ്റുപോയതാണീ തീരം മറുകര തേടി അലഞ്ഞലഞ്ഞ് ഒടുവില്ലെത്താതിരിക്കില്ല നാം പുതിയ തീരങ്ങളിൽ. നന്ദി കണ്ണമാഷെ. അടുത്തതായി കവിത ചൊല്ലുവാൻ രഹന സുൽത്താനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട രാവണി മാഷിൻ്റെ ഒരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. കാട് പാടുന്നു. ആർത്തടിക്കും തിര പോലെ കെട്ടഴിഞ്ഞ കാറ്റുപോലെ പാട്ടുപാടം തെറിപ്പിച്ചു നഞ്ചിയമ്മ പാടിടുന്നു. നഞ്ചിയമ്മ പാടുമ്പോൾ കാട്ടുചോല പാട്ടുണർന്നു. ആർത്തലച്ചു മാരി പെയ്തു രാഗതാളം താനേ വന്നു. പാട്ടുവേദം ജപിക്കാത്തോർ
നെഞ്ചുപൊട്ടി പാടും നേരം മാരിവില്ലിൻ കരകാട്ടം ആടിമേഘക്കോളുവെട്ട് നൊന്ത കാൽകൾ പാടിടുന്നു വിണ്ട കൈകൾ പാടിടുന്നു വെന്ത ചിത്തം പാടിടുന്നു ചുട്ടവാനം പാടിടുന്നു തീ പിടിച്ച കുന്നുപോലെ ഉൾത്തിളച്ച ഓരേല പോലെ കെട്ടഴിഞ്ഞ കാറ്റുപോലെ വൻമരത്തിറയാട്ടുപോലെ നഞ്ചിയമ്മ പാടും നേരം കാടു നിന്നു പാടുകല്ലോ നഞ്ചിയമ്മ പാടും നേരം കാടു നിന്നു പാടുകല്ലോ നാവറുത്തോരടിയാൻ്റെ വംശമൊന്നായി പാടുകല്ലോ തീയമർന്ന മണ്ണടരിൻ താഴെയോരോ പാടുകല്ലോ പുതുക്കാലം ശിരസേറ്റി പർവ്വതങ്ങൾ പാടുകല്ലോ കാടിന്മീതെ പൊങ്ങി നിന്ന് മാനം മുട്ടേ മുടിയേറ്റി മൂകുലകം കേൾക്കുമാറ് നഞ്ചിയമ്മ പാടുന്നേ മൂകുലകം കേൾക്കുമാറ് നഞ്ചിയമ്മ പാടുന്നേ. നന്ദി രത്ന. ഒരു ചെറിയ അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മളിവിടെ ഫെബ്രുവരി 26 കാവിശിക സംഗമത്തോടൊപ്പം തന്നെ അന്ന് വൈകിട്ട് 3:30 മണിക്ക് നമ്മുടെ സാഹിത്യ അക്കാദമി ഹാളിൽ ദബാരി കുരുവി എന്ന സിനിമയുടെ പ്രദർശനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും അത് വാങ്ങി സഹകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കുറേ പേര് വാങ്ങിയിട്ടുണ്ട്, വാങ്ങാത്തവരൊക്കെ വാങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി കവിത ചൊല്ലുന്നതിന് വേണ്ടി ശ്രീമതി അനിത ജയരാജിനെ അനിതേച്ചിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചേച്ചി മൈക്ക് താത്തിയോ. എല്ലാവർക്കും നമസ്കാരം. ദേശാഭിമാനി അവാർഡ് വാങ്ങിയ നമ്മുടെ സ്വന്തം രാവണ മാഷിൻ്റെ ഇന്നത്തെ ഈ എല്ലാവരും കൊടുക്കുന്ന സ്വീകരണ വേളയിൽ ഒരു ചെറിയ കവിത അവതരിപ്പിക്കാൻ പറ്റിയത് എൻ്റെ സന്തോഷമായിട്ടും കണക്കാക്കുന്നു. മാഷ് തന്നെ എഴുതിയ ഒരു ചെറിയ കവിത ഞാൻ ചൊല്ലിക്കൊണ്ട് മാഷിൻ്റെ ആദരം ഞാൻ ഇതിലൂടെ പ്രകടിപ്പിക്കുന്നു. കവിതയുടെ പേര് പ്രച്ഛന്ന വേഷ മത്സരം. വട്ടക്കണ്ണട ശുദ്ധമൊട്ടത്തല ഒറ്റമുണ്ടുടുക്കാനും പുതയ്ക്കാനും സ്നേഹനിർമ്മലം സുന്ദരം ചിരി സൂര്യനെ പോലെ മിന്നുന്ന കണ്ണുകൾ. വട്ടക്കണ്ണട ശുദ്ധമൊട്ടത്തല ഒറ്റമുണ്ടുടുക്കാനും പുതയ്ക്കാനും സ്നേഹനിർമ്മലം സുന്ദരം ചിരി സൂര്യനെ പോലെ മിന്നുന്ന കണ്ണുകൾ. ഗാന്ധിവേഷഭൂഷയണിഞ്ഞിതാ നാഥുറാം ഗോഡ്സെ നിൽപ്പാണരങ്ങത്ത്. ഗാന്ധിവേഷക്കാർ മത്സരിക്കുമ്പോൾ നീ ജയിക്കുകയില്ല മഹാത്മാവേ, നീ ജയിക്കുകയില്ല മഹാത്മാവേ. നേരുകാട്ടുകയല്ലിന്നു വേണ്ടത്, നേരുപോലൊന്ന് കാട്ടി ജയിക്കണം. അസലല്ലിന്നു വാഴ്വതരംഗത്ത് പ്രച്ഛന്നമല്ലോ ജയിക്കുന്നു നിത്യവും. നേരുകാട്ടുകയല്ലിന്നു വേണ്ടത്, നേരുപോലെന്ന് കാട്ടി ജയിക്കണം. അസലല്ലിന്നു വാഴ്വതരംഗത്ത് പ്രച്ഛന്നമല്ലോ ജയിക്കുന്നു നിത്യവും. താങ്ക് യു. നന്ദി അനിതേച്ചി. അടുത്തതായി കവിത ചൊല്ലുന്നതിന് വേണ്ടി
കൃഷ്ണകുമാർ മാപ്രാണത്തെ മാഷെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഖനനം എന്ന കവിതയാണ് ചൊല്ലുന്നത്. ഭൂമി വീണ്ടും ഖനനം തുടങ്ങി, കോടമഞ്ഞിലുറഞ്ഞൊരു മണ്ണിൽ. ഭൂമി വീണ്ടും ഖനനം തുടങ്ങി, കോടമഞ്ഞിലുറഞ്ഞൊരു മണ്ണിൽ. ശീതകാല മുറിവിലായി മഞ്ഞുപൂവ് തൊട്ടത് പോലൊരു നാദം. ഭൂമി വീണ്ടും ഖനനം തുടങ്ങി, കോടമഞ്ഞിലുറഞ്ഞൊരു മണ്ണിൽ. ശീതകാല മുറിവിലായി മഞ്ഞുപൂവ് തൊട്ടത് പോലൊരു നാദം. ഏത് നാദമാണിന്ന് ഭൂഗർഭം കാത് കൂർപ്പിച്ചു കേട്ടിരിക്കുന്നു? ഏത് നാദമാണിന്ന് ഭൂഗർഭം കാത് കൂർപ്പിച്ചു കേട്ടിരിക്കുന്നു? രണ്ടു പേരവർ പാട്ട് നിർത്തുന്നു, കണ്ടുമുട്ടുന്നു യാത്രാവഴിയിൽ. രണ്ടു പേരവർ പാട്ട് നിർത്തുന്നു, കണ്ടുമുട്ടുന്നു യാത്രാവഴിയിൽ. ഒന്ന് താളം തൊടും വിരൽത്തുമ്പ്, മറ്റതിൽ സുപ്രഭാതത്തിളക്കം. ഒന്ന് താളം തൊടും വിരൽത്തുമ്പ്, മറ്റതിൽ സുപ്രഭാതത്തിളക്കം. പാതി നിർത്തിയിടം വലം നോക്കി ദേവദേവ സഭകൾ നിശബ്ദം. പാതി നിർത്തിയിടം വലം നോക്കി ദേവദേവ സഭകൾ നിശബ്ദം. യാത്ര നിർത്തി ഗ്രഹതാരകങ്ങൾ കേട്ടിരിക്കുകയാമിവിടെ. യാത്ര നിർത്തി ഗ്രഹതാരകങ്ങൾ കേട്ടിരിക്കുകയാവാമവിടെ. ഭൂമിയാം ഖനിയാകെ കടഞ്ഞ് നാദവീചി മുഴങ്ങുന്നു വീണ്ടും. ഭൂമിയാം ഖനിയാകെ കടഞ്ഞ് നാദവീചി മുഴങ്ങുന്നു വീണ്ടും. മണ്ണു തൊട്ട ഹൃദയഗാനങ്ങൾ പിന്നിൽ നിന്ന് മുഴങ്ങും തബല. മണ്ണു തൊട്ട ഹൃദയഗാനങ്ങൾ പിന്നിൽ നിന്ന് മുഴങ്ങും തബല. ഓർമ്മകൾക്കെന്തൊരാഴം മുഴക്കം, ഓർമ്മകൾക്കെന്തൊരാഴം തിളക്കം. ഓർമ്മകൾക്കെന്തൊരാഴം മുഴക്കം, ഓർമ്മകൾക്കെന്തൊരാഴം തിളക്കം. താങ്ക് യു. നന്ദി മാഷെ. അടുത്തതായി കവിത ചൊല്ലുന്നതിന് ശ്രീമതി സോണിയെ സ്നേഹതരോടെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദ്യമായി ഇന്ന് നമ്മളെല്ലാം ഏവരും ആദരിക്കുന്ന ഡോക്ടർ ലാവണ്യ മാഷിന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഞാൻ എഴുതിയ സ്വന്തം കവിതയാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ ആദരിക്കുന്ന ഈ വേളയിൽ എനിക്ക് കവിത അവതരിപ്പിക്കാൻ അവസരം തന്നതിന് ഷെറിൻ മാഷിനോടും ബാക്കി എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ഡോക്ടർ സോണിയ വിശ്വം. ആനുകാലികങ്ങളിൽ കലാകൗമുദി, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മുതലായ ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതാറുണ്ട്. കവിതയുടെ പേര് സീതയുടെ യുദ്ധതന്ത്രങ്ങൾ. രാവണനും സീതയും തമ്മിലുള്ള ഒരു സംവാദം എന്ന നിലയ്ക്കാണ് സീതയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ രാവണൻ ചോദിക്കുമ്പോൾ സീതയുടെ മറുപടിയാണ് ഈ കവിത. ഹേ സീതേ, ഇനി ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ പറയുന്നത് ഞാനല്ല. നീ യുഗങ്ങളോളം സംസാരിക്കുകയായിരുന്നില്ലേ രാവണ, എനിക്കൊരവസരം തരാതെ.
സീത എന്നത് കടം വാങ്ങലിൻ്റെ, ചതിയുടെ, മറുപടി കൊടുക്കാതിരിക്കലിൻ്റെ, ഇരയുടെ ഒരിക്കലും വിജയിക്കാത്ത ഒടുങ്ങാത്ത യുദ്ധത്തിൻ്റെ, പകരം വീട്ടാനാവാത്ത പകയുടെ, അശോകവനിയെ വർണ്ണിക്കാനായി മാത്രം സൃഷ്ടിച്ച കനികളുടെ, വിജയിക്കാനായി നീ സൃഷ്ടിച്ചെടുത്ത നിന്റെ ആയുധങ്ങളുടെ, നിന്റെ രക്ഷാ കവചമായ ലങ്കയുടെ പ്രതിരൂപമെന്ന് നീ കരുതിയില്ലേ രാവണ? വരുമവൻ രാമൻ, എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവൻ. പതിതയാവാൻ മനസ്സില്ല, പാതിവ്രത്യം കാരിരുട്ടിൻ തരികളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനസ്സ്, പുനഃസൃഷ്ടിച്ച ഈ ഗാത്രം. ഹേ സീതേ, നീ എന്തിന് നിനക്ക് ജയിക്കാൻ രാമനെ തിരഞ്ഞെടുക്കുന്നു? നിനക്ക് യുദ്ധതന്ത്രങ്ങൾ വശമില്ലേ? നിനക്ക് സ്വയം രക്ഷപ്പെടാനാവുകയില്ലേ? നിനക്ക് സ്വയം ജയിക്കാനാവുകയില്ലേ? ഞാൻ രാവണനെങ്കിൽ നീ സീതയല്ലേ? പാതിവ്രത്യത്തിൻ്റെ ഉരുക്കുതരികളിൽ സ്വയമുടൽ ശുദ്ധീകരിച്ച് പ്രണയത്തിൻ തീക്കടലിൽ രാമനു വേണ്ടി മാത്രമായി ഓരോ നിമിഷവും ആത്മാഹുതി ചെയ്യുന്നവൾ നീ. എൻ്റെ പങ്കിലമായ കപടവേഷം തെറ്റിദ്ധരിക്കാനായി മാത്രം നീ ബുദ്ധിമതിയായില്ലേ? രാവണനെ മറികടക്കാനാവും വിധം, സ്വയം ജയിക്കാനാവും വിധം സീതയായി നീ എന്ന് വളരും. സീത പറഞ്ഞു, ഞാൻ നട്ടു നനച്ചത് പൂന്തോട്ടം, വളർത്തിയത് മൃദുലമായ പൂക്കൾ, സത്യം മാത്രം പറയുന്ന പാട്ടുപാടുന്ന പൈങ്കിളികൾ, സ്വത്തം അന്വേഷിച്ച് അന്യനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന മുനിമാർ. ഞാൻ വളർത്തിയത് ജീവൻ, നീ വളർത്തിയത് ബലിമൃഗങ്ങൾ, ജീവനെ ജീവനാൽ ഛേദിക്കുന്ന വാളുകൾ. ഇനി എന്തിനുത്തരം രാവണ? നിന്റെ പൊയ്മുഖങ്ങൾ 10, എനിക്കുള്ളത് ഒരേയൊരു മുഖം, ഒരേയൊരു സീതയുടെ, ഒരേയൊരു രാമന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മുഖം. നന്ദി. നന്ദി സോണിയ. അടുത്തതായി കവിത ചൊല്ലുവാൻ ശ്രീ രാധാകൃഷ്ണൻ വട്ടത്തിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. കവിതയുടെ പേര് അമാവാസി. വർഷങ്ങൾക്ക് മുൻപാണ് കണ്ണു നിറയെ നെൽപ്പാടവും മൂക്കുമുട്ട പട്ടിണിയുമായി നാട്ടുകൂട്ടം ദേശാടനത്തിനിറങ്ങിയ കാലം. വേനലിൽ പുരപ്പുറത്ത് പകലിൻ്റെ തീയും പുകയും പരക്കുന്നതിന് മുൻപേ കാക്കകൾ യൂണിഫോമിൽ കവാത്തിനിറങ്ങും. കൂട്ടിൽ കിടക്കുന്ന കോഴികളെ സ്വാതന്ത്ര്യത്തിൻ്റെ ഖരാക്ഷരങ്ങൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങും. സ്വച്ഛഭാരങ്ങളില്ലാതെ പഷ്ണിക്കോലം വരച്ചിട്ട് മുറ്റം വെളുപ്പിക്കും. പഞ്ഞിമരങ്ങൾ ചാഞ്ഞു നിൽക്കുന്ന ചെമ്മൻ വഴികളിലേക്ക് നോക്കി വിരുന്നു തെയ്യങ്ങളെ വിളിച്ച് കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തും. മഴക്കാലം തുടങ്ങിയാൽ മരക്കൊമ്പിലിരുന്ന് ഉയരെ മേഘച്ചില്ലകളിൽ കാവതിക്കാക്കകൾ കൂട്ടുകൂടുന്നതും കൂടുകൂട്ടുന്നതും കരച്ചിലടക്കാനാവാതെ നോക്കും. മുറ്റത്ത് തെളിവെള്ളത്തിൽ തേച്ചുകുടി കഴിഞ്ഞാൽ കറുത്ത ശീല കുടഞ്ഞെടുത്ത് ഊരു ചുറ്റാൻ പോകും. ഉച്ചയ്ക്ക് ഉപ്പുമാവാണോ പ്രാതലിന് സമരമാണോ എന്ന് നിശ്ചയമില്ലാതെ പ്രാചി നടക്കുന്ന സ്കൂൾ കുട്ടികളുടെ തലയിൽ പറന്നിറങ്ങി ആർത്തി കൂർത്ത പെൻസിൽ വിരലുകൾ കൊണ്ട് അസൂയയുടെ തോന്നാക്ഷരം കുറിക്കും. ഇടവപ്പാതിയും മിഥുനം മുച്ചൂടും ചോർന്ന് ചേട്ടയുടെ കർക്കടക കൊയ്ത്താവുമ്പോഴേക്കും അടുക്കളയിലും മുറ്റത്തും പാത്രങ്ങൾ വിശന്നൊച്ചവെക്കാൻ തുടങ്ങും. ഇല്ലാത്ത വ്യാധികളിൽ മരിച്ചുപോയ കാരണവന്മാരുടെ ഓർമ്മയിൽ കറുത്ത വാവിന് ബലിയിടുമ്പോൾ കാക്ക മുറ്റത്തെ മാവിൻചോക്കിലിരുന്ന് മരണത്തിൻ്റെ അനിവാര്യതയിൽ സന്ദേഹിയായി കരയും. കർമ്മങ്ങൾ അവസാനിച്ച് കയ്യടി ശബ്ദം കേട്ടാൽ എള്ളു പുരണ്ട ബലിച്ചോറുണ്ണാൻ താഴേക്കിറങ്ങി വരുന്ന കാക്ക വിശപ്പും കുറ്റബോധവും ആരും അറിയാതിരിക്കാൻ കണ്ണുകൾ അപരനോട്ടങ്ങളിൽ നിന്നൊളിപ്പിക്കും. ചിരഞ്ജീവിയായതിൻ്റെ അർത്ഥശൂന്യതയിലേക്ക് നാക്കിലയിൽ നിന്ന് കിട്ടിയ ജ്ഞാനഭിക്ഷയുമായി നിശബ്ദം പറന്നുയരും. നന്ദി മാഷേ.
അടുത്തതായി കവിത ചൊല്ലുന്നതിന് മഹേഷ് ഇരിഞ്ഞാലക്കുടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മഹേഷ് ഇപ്പോൾ ചൊല്ലുന്നില്ല എന്നാണ് പറഞ്ഞത്. അടുത്തതായി ശ്രീ ബാബുരാജിനെ സ്നേഹത്തോടെ കവിത ചൊല്ലുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുടുംബപരമായി കവിതയിലേക്ക് കിടക്കുന്നത്. നീ എന്നെ എൻ്റെ കൈവിട്ടുപോയി, കാവിലെ പാതയിൽ കാനനച്ചായയിൽ നമ്മൾ ഒരുമിച്ചു നടന്നതില്ല, പുഞ്ചവയലിലെ കൊച്ചു വരമ്പതിൽ തമ്മിൽ മുറിഞ്ഞു കടന്നതില്ല. എങ്കിലും പ്രണയം പ്രണയിച്ചു തീരുമോ, ഹൃദയത്തിൻ താളം മാറിയിടുമോ, നഗരത്തിൻ മധ്യത്തിൽ നവരീതികൾക്കുള്ളിലായി നാളേറെയായി നമ്മൾ സ്നേഹിച്ചതല്ലേ. കളത്തിലെ പാട്ടോ കുളത്തിലെ പടികളും നമ്മുടെ പ്രേമത്തിൻ അകമ്പടിയില്ല, വർണ്ണച്ചിറകുള്ള കുഞ്ഞിളം തുമ്പികൾ മോഹങ്ങൾക്കൊപ്പം പറന്നതില്ല. നഗരത്തിൻ താളങ്ങൾ നമ്മെ അടുപ്പിച്ചു, ഹൃദയത്തിനോളങ്ങളൊന്നലയിപ്പിച്ചു, നൂതന വിദ്യയിൽ കൈമാറി നോവുകൾ. രാത്രിയും പകലും ഭേദമില്ലാതെ വാഹനവേഗത്തിൽ ചുറ്റിക്കറങ്ങി നാം ദേശീയ പാതയിൽ, പിന്നെ ഉദ്യാന ഭംഗിയിൽ. വഞ്ചിതൻ പാട്ടുകൾ കേട്ടില്ല എങ്കിലും യന്ത്രവഞ്ചിയിൽ യാത്രകൾ നടത്തിയില്ലേ. ഹൃദയവും ഒന്നായലിഞ്ഞിട്ടും നോവിൻ്റെ ലാവയിൽ തിളച്ചു മറിഞ്ഞിട്ടും നീ എന്നെ എൻ്റെ കൈവിട്ടുപോയി, തീരാക്കയങ്ങളിൽ എറിഞ്ഞിട്ടുപോയി. കാവിലെ പാതയിൽ കാനനച്ചായയിൽ നമ്മൾ ഒരുമിച്ചു നടന്നതില്ല, പുഞ്ചവയലിലെ കൊച്ചു വരമ്പതിൽ തമ്മിൽ മുറിഞ്ഞു കടന്നതില്ല. എങ്കിലും പ്രണയം പ്രണയിച്ചു തീരുമോ, ഹൃദയത്തിൽ താളം മാറിയിടുമോ, ഹൃദയവും ഒന്നായലിഞ്ഞിട്ടും നോവിൻ്റെ ലാവയിൽ തിളച്ചു മറിഞ്ഞിട്ടും നീ എന്നെ എൻ്റെ കൈവിട്ടുപോയി, തീരാക്കയങ്ങളിൽ എറിഞ്ഞിട്ടുപോയി. നന്ദി മാഷേ. അടുത്തതായി കവിത ചൊല്ലുന്നതിന് ശ്രീ ചാക്കോടി അന്തിക്കാടിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ സി രാഘവണ്ണി ആവശ്യകയുടെ മുഖ്യ സാരഥി കൂടിയാണ്. തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിലെ അഭിമാനമാണ്. ദേശാഭിമാനി പുരസ്കാര ജേതാവായ രാവണ്ണീനെ ആദരിക്കുന്ന ചടങ്ങാണ്. രാവണ്ണി മാഷിൻ്റെ ഒരു കവിത തന്നെ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന പുസ്തകത്തിലെ കവിത തന്നെയാണ്. സുന്ദരകാന്ഡം. അമർത്തിപ്പിടിച്ച ശബ്ദം ഏവരും കേട്ടതാണ്.
സ്വന്തം വീട്ടിൽ നിന്നാണതെന്നും വീട്ടുകാരും അറിഞ്ഞില്ല. വീട്ടുകാരും ആദ്യം അറിഞ്ഞില്ല. അവളുടെ ചിത്രം ഏവരും കണ്ടു. സ്വന്തം മുറിയിലുള്ളവൾ എന്ന് ഞെട്ടലോടെ അറിഞ്ഞു. ഉടൽ മുഴുവൻ മുറിവുകളാണ് അവൾക്കെന്ന് ചിത്രത്തിൽ നിന്നാണ് അറിഞ്ഞത്. എന്തത്ഭുതം! ദൂരെ നിന്ന് നോക്കുമ്പോൾ അടുത്തുള്ളത് കാൺമതിയില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ അടുത്തുള്ളത് കാൺമതിയില്ല. ദൂരേക്ക് കാതോർക്കുമ്പോൾ അടുത്തുള്ളത് കേൾപ്പതിയില്ല. ഏറ്റവും അടുത്തുള്ളത് കാണാനും അടുത്തുള്ളത് കേൾക്കാനും ആണല്ലോ ഇക്കാലത്ത് ഏറ്റവും പ്രയാസം. സമീപാന്തതയുടെയും സമീപബധിരതയുടെയും സ്വസ്ഥകാലം. സമീപാന്തതയുടെയും സമീപബധിരതയുടെയും സ്വസ്ഥകാലം. ദൂരദർശനത്തിൻ്റെയും ദൂരശ്രവണത്തിൻ്റെയും സുന്ദര കാന്തം. നന്ദി ചാക്കോമാഷെ. അടുത്തതായി കവിത ചൊല്ലുന്നതിനായി ശ്രീ ഋഷിക് കാർലത്തിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കവിതയല്ല, ഒരു പാട്ടാണ് പാടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ കവിയരങ്ങിൽ ഒരു പാട്ട് പാടുക എന്നുള്ളത് എത്ര അഭികാമ്യമാണെന്നറിയില്ലെങ്കിൽ പോലും പാട്ട് പാടാം. പ്രിയപ്പെട്ട രാഹുൽ മാഷക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പെരുന്നാളക്കുടിയുടെ സംഘം സാഹിത്യയുടെ പേരിൽ എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. പാട്ട് അറിയിക്കും. ഇളന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറി കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയത്തുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൽ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറി കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയത്തുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൽ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ.
മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹക്കളി വാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർക്കുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മുറ്റത്തെത്തി വിളിക്കുന്നു പതിനഞ്ചാമാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു പുളിയിലക്കരമൊട്ടു പുതച്ചാട്ട് നിന്റെ സഖിമാരെ വന്നാട്ടെ ഇളവന്നൂർ മാട്ടത്തിലെ ഇണക്കുയിലെ കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മാട്ടത്തിലെ ഇണക്കുയിലേ. നന്ദി ഋഷികത്ത. അടുത്തതായി തിയോ നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതാണ്. ഹാൻഡ് മൈക്ക് വേണം അവിടെ മേഡത്തിനേത് പഠിച്ചോ മേഡത്തിനേത് പഠിച്ചോ